ഹരേ കൃഷ്ണ. അടുത്തതായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഏകദേശ പ്രസാദം ചവ്വരി കൊണ്ടുള്ള നെയ്ച്ചോറാണ്. അതിന് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ചവ്വരി. പിന്നെ ഈ ചവ്വരി ഞാൻ ഇതിൽ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഓരോ വീട്ടിലെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ തക്കാളി, ചെറുതായി അരിഞ്ഞ തക്കാളി, പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, പൊട്ടറ്റോ ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി പച്ചമുളകും കൂടി ചതച്ച് വെച്ചത്, പിന്നെ മസാലപ്പൊടി എന്ന് പറയുന്നത് ഗരം മസാലയുടെ പ്യുവർ ആയിട്ടുള്ള ഗരം മസാലയുടെ പൊടി തന്നെ എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് പനീറാണ്. ഈ പനീറിൻ്റെ ഉള്ളിൽ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് ഗരം മസാലപ്പൊടിയും ചേർത്ത് വെച്ചിട്ടുള്ളതാണിത്. ഇത് നമുക്ക് ആദ്യം വറുത്തെടുക്കണം. ഇനി ആദ്യമായി നമ്മൾ പനീർ വറുത്തെടുക്കാൻ പോവാണ്. അപ്പൊ പനീർ വറുത്തെടുക്കുമ്പോൾ നമ്മൾ വറക്കാൻ പോകുന്നത് നെയ്യിലാണ് വറക്കാൻ പോകുന്നത്. കുറച്ച് ഈ നെയ്യ് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നതും. അപ്പൊ ഇത്തിരി അധികം നെയ്യെടുത്ത് അതിൽ നമ്മൾ പനീർ വറക്കേണ്ടതാണ്. ആദ്യം നെയ്യ് ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. ഈ പനീർ ഒരിക്കലും കറക്കുന്നവരെയൊന്നും വഴറ്റരുത്, ഇത് വറുത്തെടുക്കരുത്. ഇത് വെറുതെ ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ മാത്രമേ ഇത് വറക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അത് വളരെ കട്ടിയായി പോകും. പനീർ ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ ഉള്ളിലേക്ക്. ശരിക്കും നെയ്യിൽ വഴറ്റിയെടുത്താൽ മതി, ഡീപ്പ് ഫ്രൈ പോലെ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു സോഫ്റ്റ് ആവുന്നത് വരെ മാത്രം നമുക്കത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇങ്ങനെ നമുക്ക് സാവധാനം അത് വഴറ്റി ബ്രൗൺ കളർ വരുന്നവരെ കാത്തു നിൽക്കരുത്, ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ മാത്രം വഴറ്റിയാൽ മതി. വഴറ്റുമ്പോഴത്തേക്കും അത് നല്ല സോഫ്റ്റ് ആവും. പനീർ മെല്ലെ നെയ്യുണ്ടെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ നെയ്ച്ചോറിക്ക് ഡയറക്റ്റായി ഇടുന്നതാണ്. എന്നാലും കുറച്ച് നെയ്യ് കുറച്ച് നമുക്കത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് പനീർ വറുത്തെടുത്ത നെയ്യ് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ആ നെയ്യ് മാത്രം മതിയാവില്ല, അതിലേക്ക് 1 സ്പൂണും കൂടെ എക്സ്ട്രാ നെയ്യ് ചേർക്കുക. എന്നിട്ട് ആ നെയ്യ് അലിയാൻ വേണ്ടി കാത്തു നിൽക്കുക, ഒന്ന് ചൂടാവാൻ. ചൂടായി കഴിഞ്ഞാൽ ആദ്യമായി ഇഞ്ചി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് പട്ടയുടെ തോലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പട്ടയുടെ തോല് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി പച്ചമുളക് ഏകദേശം വഴന്നു കഴിഞ്ഞാൽ അതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റി. ഇനി തക്കാളി ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഉപ്പിടുന്നതാണ് നല്ലത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, അപ്പോൾ അത് വേഗം വഴറ്റാൻ സാധിക്കും. ഇത് ഏകദേശം നല്ല രീതിയിൽ വഴറ്റി വന്നിട്ടുണ്ട്. നല്ല തക്കാളിയൊക്കെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കണം. ഒപ്പം തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഒന്നും കൂടെ അത് ഒന്ന് ഫ്രൈ ആവാൻ കുറച്ച് നേരം വഴറ്റി കൊടുക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിനുള്ളിലേക്ക് നമ്മൾ വഴറ്റി വെച്ച പനീർ ചേർത്ത് കൊടുക്കാം.
പനീർ ചേർത്ത് കൊടുത്തതിന് ശേഷം ചവ്വരി ഒന്ന് കുതിർത്തി വെക്കണം. കുതിർത്തി വെച്ച് ചവ്വരി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ശേഷം ഈ ചാമ അരിയോട് കൂടെ നമ്മൾ നന്നായി ഇത് വഴറ്റുക. ഞാൻ 1 കപ്പാണ് ചാമ അരി എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ 3 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 3 കപ്പ് വെള്ളം ഒഴിച്ച് പിന്നെ നമുക്ക് വേണ്ടത്ര ഉപ്പ്, നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടതാണ്, പക്ഷെ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം കുക്കർ അടിച്ച് ഒരു 4 വിസിൽ എങ്കിലും വരേണ്ടതാണ്. വന്നതിന് ശേഷം തുറക്കുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളയിലുള്ള പോലെ തോന്നും. നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക. കാരണം ഈ ചാമ അരി ആയതുകൊണ്ട് പെട്ടെന്ന് അത് ഡ്രൈ ആവും. അപ്പോൾ ഒരു ഇത്തിരി വെള്ളം കൂടി നിൽക്കുന്നതാണ് നല്ലത്. ഇപ്പം നമ്മുടെ നെയ്ച്ചോറെന്നോ ബിരിയാണി എന്നോ കിച്ചടി എന്നൊക്കെ വിളിക്കുന്ന ചാമ കിച്ചടി എന്നോ ചാമ ബിരിയാണി എന്നോ അല്ലെങ്കിൽ നെയ്ച്ചോറെന്നോ വിളിക്കപ്പെടുന്ന ഭോഗ് റെഡിയാണ്.